ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ പബ്ലിക് സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബ്ലൂംസ് ഡേ ശ്രദ്ധേയമായി. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ കളറിംഗ് മത്സരമാണ് ബ്ലൂംസ് ഡേയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. വർണ്ണങ്ങൾ ചാലിച്ചെഴുതി വ്യത്യസ്തങ്ങളായ രീതിയിൽ നിറം പകർന്ന് പിഞ്ചോമനകൾ. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾ പങ്കെടുത്ത കളറിംഗ് മത്സരം ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ബ്ലൂംസ് ഡേ 2026 ആയിരുന്നു വേദി. കുട്ടികളുടെ വ്യക്തിത്വ വികാസം, പാഠ്യേതര കാര്യങ്ങൾ, കലാകായികം തുടങ്ങിയ മേഖലകളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയമാണ് ഇത്. വിവിധ കാറ്റഗറികളിലായി സംഘടിപ്പിച്ച മത്സരത്തിൽ വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ പങ്കാളികളായത്. കാറ്റഗറി 1-ൽ ജുവാൻ എബിൻ 1-ാം സ്ഥാനവും അവനിക ശ്രീജിത്ത് 2-ാം സ്ഥാനവും അസൽ സർഹാൻ 3-ാം സ്ഥാനവും നേടി. കാറ്റഗറി 2-ൽ ജോയൽ അജേഷ് 1-ാം സ്ഥാനവും ഇമ പല്ലവി 2-ാം സ്ഥാനവും ശ്രേഷ്ഠ ജിത്തു കൃഷ്ണൻ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. അനുമോദന സദസ്സിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയ പള്ളി വികാരി ഫാദർ എബ്രഹാം കിളിയങ്കുന്നത്ത് ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസ്, സെക്രട്ടറി സണ്ണി കെ വി തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ശാന്ത കുര്യാക്കോസ്, KG വിഭാഗം ഇൻചാർജ് സാറാമോൾ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലാട് ബെസാനിയ പബ്ലിക് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. നിരവധി കുട്ടികൾ പങ്കെടുത്ത ആ മത്സരം ഒരു വലിയ വിജയമായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഈ അക്കാഡമിക് ഇയറിൽ വളരെയധികം പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഏകദേശം ഒരു അവസാനത്തേത് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ് നമ്മൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിച്ചത്. കുട്ടികൾ വളരെ സന്തോഷത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറും അതുപോലെ സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരവും പേരൻസിനെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ മത്സരത്തിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ കോപ്പറേഷനും ഞങ്ങൾക്കിതിന് വേണ്ടിയിട്ട് കിട്ടുകയും ചെയ്തു. 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്രീ KG കുട്ടികളുടെ അഡ്മിഷൻ ഇവിടെ ആരംഭിച്ചു. കുട്ടികളുടെ ഭാവിക്ക് നല്ല അടിത്തറ പകരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത്. പ്രകൃതിയോട് ഇണങ്ങി തീർത്തും വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഈ സ്കൂളിൽ ഓരോ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ശ്രദ്ധയും പരിഗണനയും ലഭിക്കുന്നുണ്ട്. ഏറ്റവും പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനമാണ് ബെസനിയ പബ്ലിക് സ്കൂളിന്റെ പ്രത്യേകത. ആധുനികമായ സംവിധാനങ്ങളും ഏറ്റവും സുരക്ഷിതമായ ക്യാമ്പസും ഈ വിദ്യാലയത്തിന്റെ മുഖമുദ്രയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏകദേശം 28 വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ സ്കൂളിന് അവകാശപ്പെടാനുള്ളത്. സ്കൂളിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ വളരെ അധികം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏറ്റവും താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടക്കം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടക്കം കുറിച്ചത്. അത് ഏറ്റവും ഭംഗിയായിട്ടുള്ള നിലയിൽ കൊണ്ടുവരാനായിട്ട് എല്ലാ വർഷവും നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്തും വളരെ ഉയർന്ന നിലവാരം നമ്മൾ പുലർത്തുന്നുണ്ട്. ഈ 10ലും 12ലും വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ സ്കൂളിന് എല്ലാ വർഷവും കിട്ടുന്നത്. അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ കുട്ടികൾ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. കലാകായിക മത്സരങ്ങളിൽ സെൻട്രൽ കേരള സഹോദയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഗ്രേഡിംഗ് അവിടെ കിട്ടാറുമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.